തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്ക് ലഭിച്ചത് നാടിനെ അറിയുന്ന ഇടയനെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പായി അഭിഷിക്തനായ ഡോക്ടർ തോമസ് ജെ നെറ്റോയെ അനുമോദിക്കുന്ന ചടങ്ങ് സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രളയകാലത്ത് കേരളത്തിന്റെ സ്വന്തം സൈന്യമായ തീരദേശ ജനതയെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി അയച്ചത് മാതൃകാപരവും അഭിനന്ദനാർഹവുമാണ്. ത്യാഗപൂർണമായ ഒരു ഭൂതകാലമാണ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയ്ക്കുള്ളത്. ആ ത്യാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭാരതത്തിന്റെ തന്നെ ബഹിരാകാശ മുന്നേറ്റങ്ങൾ സാധ്യമായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ അധീനതയിലുള്ള ദേവാലയവും വൈദിക വസതിയും സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിട്ടുകൊടുത്തത് എത്രമാത്രം മഹത്തായ മാതൃകാപരമായ നടപടിയാണ് എന്ന് ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. സഭയെ നയിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് പുതിയ ആർച്ച് ബിഷപ്പിനുള്ളത്. ഈ നാട്ടുകാരൻ ഇവിടുത്തെ ചരിത്രം നന്നായി അറിയാവുന്നയാൾ ചുമതലകൾ നിറവേറ്റുന്നതിന് എന്തുകൊണ്ടും അദ്ദേഹം പ്രാപ്തനാണ്. ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട മേഖലകളിൽ സർക്കാരിന്റെ പിന്തുണ ഉറപ്പു നൽകുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുമേനി ഈ നാട്ടുകാരനാണ്. ഇവിടുത്തെ ചരിത്രം എന്തായിരുന്നു എന്നും ഈ നാടിൻ്റെ ഭാവി എന്തായിരിക്കണമെന്നുമൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അജഗണങ്ങളെ നന്നായി അറിയുന്നവനാണ് നല്ല ഇടയനെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ വലിയ ശുശ്രൂഷയാണ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപ്പാക്യം സഭയ്ക്കും സമൂഹത്തിനും നൽകിയത്. അജപാലന ദൗത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഉയർത്തപ്പെട്ട ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ സേവനത്തിന്റെ പാതയിൽ മുന്നേറട്ടെയെന്നും KCBC പ്രസിഡന്റ് ആശംസിച്ചു. നമ്മുടെ അഭിമന്യ ഡോക്ടർ സൂസേപ്പാക്യം തിരുമേനി ആത്മീയതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെയും സഭാപ്രബോധനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ നഗരത്തിലും കടലോര പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് വളരെ സ്തുത്യർഹമായ നേതൃത്വമാണ് കൊടുത്തിരുന്നതെന്നും ഇടയനടുത്ത ശുശ്രൂഷ നിർവഹിച്ചതെന്ന് നമുക്കറിയാം. അതേ പാതയിൽ അല്പം ഒക്കെ വ്യക്തികൾക്ക് സഹജമായ വ്യത്യസ്തതയോടുകൂടി അഭിമന്യ തോമസ് ജെ നെറ്റോ പിതാവും പ്രവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സഭയുടെയും സമൂഹത്തിന്റെയും ആശംസകൾക്കും അനുമോദനങ്ങൾക്കും നന്ദി അറിയിക്കുന്നതായി മറുപടി പ്രസംഗത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു. തന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപ്പാക്യം, മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസീലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ, കൊല്ലം രൂപത ബിഷപ്പ് ഡോക്ടർ പോൾ മുല്ലശ്ശേരി, CSI മോഡറേറ്റർ ധർമ്മരാജ് റസാലം, ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ്, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ഗതാഗത മന്ത്രി ആന്റണി രാജു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ശശി തരൂർ MP, M വിൻസെന്റ് MLA, ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ R ക്രിസ്തുദാസ് എന്നിവർ പ്രസംഗിച്ചു. ഷക്കീന ന്യൂസ്, തിരുവനന്തപുരം.